ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പഴം വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടായിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല പഴുത്ത പഴം വേണം നമുക്കിതിന് എടുക്കാനായിട്ട്. നമ്മൾ സാധാരണ പൊരിക്കാനൊക്കെ എടുക്കുമല്ലോ, ആ ഒരു പഴുപ്പുള്ള പഴം. പച്ചപ്പഴമാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കരുത്, പഴുത്തതിന് ശേഷം മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് ഞാൻ അതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു പഴം ഞാൻ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. ഓരോന്നും ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴമൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒന്ന് പകുതി വേവാവുന്നവരെ നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ അതേ ഒന്ന് പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നുകിൽ ശർക്കര ചൂട് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും അതുപോലെ ശർക്കരയുടെ മധുരത്തിനനുസരിച്ചൊക്കെയാണ് വേണ്ടത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഈ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗണിഷ് കളറായി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ആ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ ഒന്ന് വറ്റി വരാനായിട്ടുണ്ട്. അതുപോലെ ആ പഴത്തിൽ ഒന്നും കൂടെ ഒന്ന് ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഒന്നും കൂടെ ഇരിക്കട്ടെ. ഇപ്പോൾ അതേ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിൽ ആയാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് 1-2 സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ചൂടോട് കൂടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പായസമൊക്കെ കുടിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. ഇത് ഒന്നുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല പപ്പടമൊക്കെ കൂടി കുഴച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. നല്ല പായസത്തിൽ പപ്പടമൊക്കെ കുഴച്ച് കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റാണ് നമുക്കിതിൽ പപ്പടം കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.